മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്കിൽ അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് പരപ്പനങ്ങാടി. സാമൂതിരിയുടെ ആശ്രിതരായിരുന്ന പരപ്പനാട് രാജവംശത്തിൻ്റെ കീഴിലായിരുന്ന പരപ്പനങ്ങാടി മധ്യകാലഘട്ടത്തിൽ മലബാറിലെ ഒരു പ്രമുഖ വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് 15-ാം നൂറ്റാണ്ട് വരെ അറബികളുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. പിന്നീട് പോർച്ചുഗീസുകാരുടെ വരവോടെ അറബികൾക്ക് അവിടെയുള്ള വ്യാപാരത്തിൻ്റെ പ്രതാപം നഷ്ടമായി. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് പരപ്പനാട് ഏറനാട് താലൂക്കിൻ്റെ ഭാഗമായി. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം തിരൂർ താലൂക്കിൻ്റെ ഭാഗമായിരുന്ന പരപ്പനങ്ങാടി 1990-ൽ തിരൂരങ്ങാടി താലൂക്ക് രൂപീകരിച്ച ശേഷം അതിൻ്റെ ഭാഗമായി. വിദ്യാഭ്യാസ പ്രചരണങ്ങൾക്കായി കേരളത്തിലെത്തിയ ബാസൽ ഇവഞ്ചലിക്കൽ മിഷൻ നിർമ്മിച്ച BEM സ്കൂളുകളിൽ ഒന്ന് പരപ്പനങ്ങാടിയിലാണ്. മലബാറിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഏറെ സംഭാവനകൾ നൽകിയവരാണ് ഇവർ. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷന് കേരളത്തിൻ്റെ റെയിൽവേ ചരിത്രത്തിൻ്റെ അത്രയും തന്നെ പഴക്കമുണ്ട്. ബേപ്പൂർ മുതൽ തിരൂർ വരെയുണ്ടായിരുന്ന കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനിൻ്റെ ഭാഗമായിരുന്നു പരപ്പനങ്ങാടി. സതേൺ റെയിൽവേയുടെ ഭാഗമായ പാലക്കാട് ഡിവിഷൻ്റെ കീഴിലാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. നിരവധി പ്രഗത്ഭരായ വ്യക്തികളെ കേരളത്തിന് സംഭാവന ചെയ്ത നാടുകൂടിയാണ് പരപ്പനങ്ങാടി. പരപ്പനങ്ങാടി കോടതിയിലെ മജിസ്ട്രേറ്റ് ആയിരിക്കുമ്പോഴാണ് ചന്തുമേനോൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ എഴുതുന്നത്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, കേരള പാണിനി എന്നറിയപ്പെടുന്ന രാജരാജവർമ്മ, ചിത്രകാരന്മാരിലെ രാജാവും രാജാക്കന്മാരിലെ ചിത്രകാരനും എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മ എന്നിവർ പരപ്പനാട് രാജവംശത്തിൻ്റെ താവഴിയിൽപ്പെട്ടവരാണ്. മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയും കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന ഔക്കാദർ കുട്ടിനഹ, മുൻ വിദ്യാഭ്യാസ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ PK അബ്ദുർ റബ്ബ്, ചരിത്രകാരനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ MGS നാരായണൻ, പ്രശസ്ത ചരിത്രകാരനും ചിന്തകനുമായിരുന്ന ഡോക്ടർ M ഗംഗാധരൻ, പ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതനും പരിഷ്കർത്താവും പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിൻ്റെ സ്ഥാപകനുമായ MCC അബ്ദുറഹ്മാൻ മൗലവി, ഹിന്ദു ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന C കരുണാകര മേനോൻ എന്നിവരെല്ലാം പരപ്പനങ്ങാടിക്കാരാണ്.